സാധാരണ ഈ സെൽഫ് ഹെൽപ്പ് ഗുരൂസിൻ്റെ ഒക്കെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോലെ അതായത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഒരു വർത്തമാനം പറയാം. ഇതിന് പാരാസോഷ്യൽ ബോണ്ടിങ് എന്നാ പറയാം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ്, എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം അതാണ്, നമുക്കത് മാറ്റിയെടുക്കാനാണ്. കൂടെ ജയശെട്ടി ഒരു റീല് ഇമാം ഷാഫി അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പോഡ്കാസ്റ്റ് നല്ല കൂളായിട്ടാണല്ലോ ചെയ്യുന്നത്. കാരണം എന്താ, ഞാൻ എന്നോടാണ് വർത്താനം പറയുന്നത്, എന്നോടാണ് അല്ലെങ്കിൽ വർത്താനം പറയുന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ പോഡ്കാസ്റ്റിൽ നമ്മൾ ക്യാമറിൻ്റെ മുമ്പിൽ നോക്കിയിട്ട് സംസാരിക്കല്ലേ. നമ്മൾ ഇത് ചെയ്യാനേ ഇതിൻ്റെ ഇടയിൽ കട്ടൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ എപ്പിസോഡ് സുഡാൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് ഓക്കെ നമുക്ക് തുടക്കത്തിലൊരു ഇൻട്രോ വേണം. കാരണം എപ്പിസോഡ് അങ്ങനെയാണല്ലോ, നമ്മൾ ഗസ്റ്റിനായിട്ട് ചെയ്താണല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻട്രോ നിർബന്ധമായി. അതായത് ഗസ്റ്റ് ആരാണെന്ന് പരിചയപ്പെടുത്തണം, വിഷയം എന്താണെന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ അന്ന് തിരക്കിലായിരുന്നു, ഷൂട്ടിൽ പോയതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഇൻട്രോ ആണട്ടാ പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസറോടും പറഞ്ഞു ഓക്കെ ഇൻട്രോ വേണം. അപ്പോൾ ഇന്ന് ഇൻട്രോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒരു സെറ്റായി. ഞാൻ രാത്രി 11 മണിക്കൊക്കെ വന്നിട്ട് ഞാൻ എങ്ങനെയും ഓക്കെ ഇന്ന് വേഗം ആ ഇൻട്രോ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ എക്സ്പോർട്ടിനിട്ട് ഉറങ്ങാൻ, എന്നിട്ട് രാവിലെ നീച്ചിട്ട് അപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് നോക്കുമ്പോൾ 25 മിനിറ്റ്. അതിന്റെ ബേസിക്കലി 2-3 മിനിറ്റ് സംസാരിക്കുന്നത്, ബാക്കി മൊത്തം ഞങ്ങളാട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എന്താ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് ഫീൽ ചെയ്തില്ല. എനിക്കും ഭയങ്കര ഇടങ്ങാറ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ക്യാമറിന്റെ മുമ്പിൽ നിന്നിട്ട് ഇത്ര കൂളായി സംസാരിക്കാൻ പറ്റൂല. പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അനുഭവിച്ചിന് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് എങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വിയർഡ് ഫീലിംഗ് ഉണ്ട്. എനിക്കും ഇപ്പോൾ നമ്മൾ മസ്ജിദ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. ക്യാമറിന്റെ മുമ്പിൽ നിന്ന് ഭയങ്കര വിയേർഡായി തോന്നും. കാരണം നമ്മളിങ്ങനെ അസ്യൂം ചെയ്യണല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ആപ്പിൽ ടി വിയിൽ ഇരുന്ന് നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര ഇടങ്ങാറുണ്ടാവില്ല. പക്ഷെ നമ്മളത് ക്യാമറയിൽ നോക്കി ഇങ്ങനെ എനിക്കറിയാം. ഇപ്പോൾ ഈ ക്യാമറ ഒരാളാണ് വിചാരിച്ചിട്ട് എനിക്കറിയാം നിങ്ങളെ പ്രശ്നം ജീവിതത്തിൽ ഒരു വിജയം നേടാനാവാത്തതാണ്. എത്ര വിയേഡാണ്. ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ എന്താ നമുക്ക് എന്തായാലും കോൺഫിഡൻസ് ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഉറപ്പ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഇന്നലെ ഷൂട്ട് ചെയ്തതിന്റെ വലിയ പ്രശ്നം എന്താ അറിയോ, ഈ സ്ലാങ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഇൻട്രോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു ഇൻട്രോ ആണ് ഇതിന് വേണ്ടത്, പക്ഷെ നമുക്കത് തീരെ പറ്റുന്നില്ല. അങ്ങനെ ഇൻട്രോ കൊടുത്ത് നമുക്ക് ആകെ ഫീൽ അടിക്കും, പഠിച്ചോനെ ഞാനല്ലാത്തൊരു സാധനം ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അത് ഇൻട്രോയിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഫീൽ. സെൽഫ് ഹെൽപ്പ് ജോണറിലുള്ള ഏറ്റവും വലിയ ഫേമസ് ജോ റോഗനെക്കാട്ടി ഇപ്പോൾ കടത്തി വെട്ടിയ പോഡ്കാസ്റ്റാണ് മെൽ റോബിൻസിന്റെ പോഡ്കാസ്റ്റ്. അതൊന്ന് ഇടയ്ക്ക് കേട്ടോക്കൊണ്ടി. അപ്പോൾ മെൽ റോബിൻസിന്റെ ഒരു മെയിൻ സാധനം അതായത് I love it when you guys follow me, when you guys subscribe me. എനിക്കറിയാം നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ വിജയിച്ചവരാണ്, കാരണം നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളെ സ്വന്തത്തെ തന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളോട്. അപ്പോൾ അതായത് കേൾക്കുന്ന ഒരാൾക്ക് ജെന്യുവൻലി ഫീൽ ചെയ്യാം ഓക്കെ ഇവർ ഇന്നോടാ പറയുന്നില്ലേ, അതാണ് പാരാസോഷ്യൽ ബോണ്ടിങ്. അതായത് നമുക്കിങ്ങനെ ഒരു ഫാൾസ് ക്ലോസ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ ഇവർ നമ്മളെ അടുത്ത ആൾക്കാരാണല്ലേ, അടുപ്പക്കാരാണല്ലേ, പക്ഷെ ഒരിക്കൽ നമ്മളറിയോ ഇല്ല. അങ്ങനെ ഒരു ഫീല് ഇവരുണ്ടാക്കും. എന്നിട്ട് അതിനേശം ഇവരെന്താ ചെയ്യുക, ഇവർ ആ അതോറിറ്റി ബിൽഡ് ചെയ്യും. ഞാൻ അതിൻ്റെ ആളാണ്, ഇവർ അതിനനുസരിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും ഓരുണ്ടാവില്ല, നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു സൊല്യൂഷനും ഇവരെ വർത്താനങ്ങളിൽ ഇമാം ഷാഫി വരും, അവിടെ ഇത് വരും. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും, അതിന് ഹാലോ എഫക്റ്റ് എന്ന് പറയാം. അതായത് നമ്മളിങ്ങനെ ഓരെ തന്നെ ഒക്കെ മനസ്സിലാക്കും, ഇവര് ഇതിൽ എക്സ്പേർട്ടാണല്ലേ, ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ഒരു പറയൂല. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല എന്നൊരു പറയൂല. ഒരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് വരും, ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഇമോഷണലി സംസാരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇവരെ അടിപൊളി മനുഷ്യന്മാരാണ്. നമുക്ക് ഓരോ വർത്താനങ്ങളിൽ അത്ര ഇൻഫ്ലുവൻസ്ഡ് ആവാൻ നമ്മളിങ്ങനെ വിശ്വാസത ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു നല്ല ഇപ്പോൾ ചിലവരുടെ സ്റ്റോറി എടുത്ത് നോക്കില്ല. അതാണ് ഞാൻ ജയ്ഷെട്ടി പറയാൻ കാരണം. ജയ്ഷെട്ടിൻ്റെ സ്റ്റോറി, ജയ്ഷെട്ടി ഒരുപാട് പോഡ്കാസ്റ്റുകളിലും ഓൻ്റെ ഫസ്റ്റ് ബുക്കിലൊക്കെ എഴുതിയ സാധനമാണ് ഓൻ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത്. ഓനൊരു UK ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓനൊരു ഗുരുവിൻ്റെ ലെക്ചർ കേട്ടു. അപ്പോൾ ഓനായി ഭയങ്കര ആകൃഷ്ടനായി. അതായത് എല്ലാവരും എങ്ങനെയെങ്കിലും ലീഡറാവാൻ ശ്രമിക്കണം, എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുകയാണല്ലോ. ആ സമയത്ത് ഒരു ഗുരു വന്നിട്ട് പറയുകയാണ് നിങ്ങൾ സെൽഫ്ലെസ് ആവണം, നിങ്ങളെല്ലാം ദുനിയാവിലുള്ളതൊക്കെ ഒഴിവാക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ അത് ജയ്ഷെട്ടി പറയുന്ന കഥ കേട്ടോ അത്. അങ്ങനെ ജയ്ഷെട്ടിക്ക് ഭയങ്കര അത്ഭുതമായി.
അങ്ങനെ ഒരു സംഭവം വന്ന് ബോധിധർമ്മന് ബുദ്ധൻ്റെ ഒക്കെ പോലെ എനിക്കിത് വന്ന് അങ്ങനെ ഞാൻ പഠനം കഴിഞ്ഞ് ഞാൻ നേരെ ഇന്ത്യയിലേക്ക് പോയി. അങ്ങനെ 3 കൊല്ലം ഞാൻ ഇന്ത്യയിൽ നിന്ന് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൻ്റെ കഥയാണത്, സ്റ്റോറിയാണത്. അപ്പോൾ നമുക്ക് തോന്നൂല്ലോ ഓക്കെ ഇവൻ ഇന്ത്യയിൽ നിന്ന് സെൽഫ്ലെസ്നെസ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ വന്നവരോ ഒതന്റിക്കായി ഓൻ മോങ്കായപ്പോൾ ഓൻ ഒതന്റിക്കായി സംസാരിക്കാൻ പറ്റിയ ആളാ. ഓനക്ക് സെൽഫ്ലെസ്നെസ്സിനെ കുറിച്ച് പറയാം, ഓനക്ക് സെൽഫ് ഹെൽപ്പിനെ കുറിച്ച് അറിയാം, ഓന അതിൻ്റെ ആളാണ് ഓന്. പക്ഷേ ഗാർഡിയനും വേറെ കുറേ ക്രിയേറ്റേഴ്സൊക്കെ ഇവനെ നല്ല വെളുപ്പിച്ചിട്ടുണ്ട് മീൻസ് ഇവനെ പരത്തിട്ട് അടിച്ചിട്ടുണ്ട്. ഇവൻ ഏതാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഗാർഡിയനിൽ വന്ന നിങ്ങൾ ആ ആർട്ടിക്കിളൊന്നും എടുത്ത് നോക്കിയാൽ മതി. ഗാർഡിയനിൽ വന്ന ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്, ഓൻ ആ സമയത്ത് 3 മാസത്തിനാണ് ഇന്ത്യ പോയത്. ഓൻ പറയുന്നത് ഞാൻ 3 കൊല്ലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. ഓൻ പിന്നെ ഓൻ്റെ സെൽഫ്ലെസ്സസ് പറയുമ്പോൾ ഇപ്പോൾ ഓന് 10,000 റുപ്യൻ്റെ കോഴ്സാണ് വെക്കുന്നത്. നിങ്ങൾ എന്താ കോച്ചാവാന്ന് പറഞ്ഞിട്ട്. സെൽഫ്ലെസ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര വലിയ സെൽഫ്ലെസ്നെസ് പറയുമ്പോൾ എന്താ ഈ ഫെയിമും മണിയൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ. ഓൻ ജീവിക്കുന്നതിന് അതിനെതിരാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ഈ ഒരു അതോറിറ്റിയും അതിലൂടെ അവർ ഗെയിൻ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയ $1 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഇത് മാറാണ്. അപ്പോൾ പൈസ അത്രയും എവിടെ ഉൾപ്പെട്ടോ അപ്പോൾ നമ്മൾ അത്രയും അതിൽ സ്കെപ്റ്റിക്കലാവണം. നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ആയിരിക്കും. ഈ സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ ചിലപ്പോൾ അത്ര ജെന്യൂൻലി ആയിരിക്കുമല്ലോ ഒരു സാധനം എഴുതുന്നത്. ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള 7 മാർഗ്ഗങ്ങൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ വിജയിപ്പിക്കാനാവില്ല എന്നുള്ളൊരു കൺസേൺ ആണ് അതിൽ ബേസിക്കലി